വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എസെക്കിയേൽ 24 അധ്യായം ജെറുസലമിന്റെ നാശത്തെക്കുറിച്ചുള്ള പ്രതീകാത്മക പ്രവചനവും എസെക്കിയേൽ പ്രവാചകന്റെ വ്യക്തിപരമായ അനുഭവവും ഉൾക്കൊള്ളുന്നു. നിന്റെ നിന്ദ്യമായ ഭോഗാസക്തിയാണ് അതിലെ കട്ടിയേറിയ ക്ലാവ്. ഞാൻ നിന്നെ ശുദ്ധീകരിക്കാൻ ശ്രമിച്ചിട്ടും നിന്റെ മലിനതകളിൽ നിന്ന് നീ ശുദ്ധയായില്ല. എന്റെ ക്രോധം നിന്റെ മേൽ പ്രയോഗിച്ചു തുടങ്ങുന്നതുവരെ ഇനി നീ ശുദ്ധയാവുകയില്ല. എസെക്കിയേൽ 24 അധ്യായം 13 തിരുവചനം. 25 അധ്യായം ഇസ്രായേലിന്റെ അയൽജാതികൾക്കെതിരായ ദൈവത്തിന്റെ വിധി പ്രഖ്യാപിക്കുന്നു. അമോന്യർ, മോവാബ്യർ, എദോമ്യർ, ഫെലിസ്ത്യർ എന്നിവരുടെ അഹങ്കാരവും വൈരവും കാരണം ദൈവം അവരെ ശിക്ഷിക്കും. എന്റെ ജനമായ ഇസ്രായേലിന്റെ കരം കൊണ്ട് ഏദോമിനെതിരെ ഞാൻ പ്രതികാരം ചെയ്യും. എന്റെ കോപത്തിനും ക്രോധത്തിനും അനുസൃതമായി അവർ അവിടെ വർദ്ധിക്കും. അങ്ങനെ അവർ എന്റെ പ്രതികാരം അറിയും. എസെക്കിയേൽ 25 അധ്യായം 14 തിരുവചനം. എസെക്കിയേൽ 26 27 അധ്യായങ്ങൾ ടൈർ നഗരത്തിനെതിരെ കർത്താവിന്റെ വിധിയെക്കുറിച്ചുള്ള പ്രവചനമാണ്. ജെറുസലേം വീണപ്പോൾ ടൈർ സന്തോഷിക്കുകയും അതിലൂടെ സ്വന്തം വ്യാപാരം വർദ്ധിക്കുമെന്ന് കരുതുകയും ചെയ്തതിനാൽ ദൈവം അതിനെ ശിക്ഷിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു. ടൈർ ഒരു മഹത്തായ സമുദ്ര വ്യാപാര നഗരമായിരുന്നു. അതിന്റെ സമ്പത്ത്, സൗന്ദര്യം, കടൽ വ്യാപാര ശക്തി എന്നിവയെ ഒരു മഹത്തായ മനോഹരമായി നിർമ്മിച്ച കപ്പൽ പോലെ ഉപമിച്ച് അതിന്റെ അഹങ്കാരവും സ്വയം പര്യാപ്തതയും കാരണം ആ കപ്പൽ കടലിൽ തകർന്നു പോകുന്നതും മുങ്ങിപ്പോകുന്നതും പ്രവചിക്കപ്പെടുന്നു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.